ഹലോ, സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നമ്മളിവിടെ ഒരു പുതിയ യൂട്യൂബ് ചാനലുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതൊക്കെ തുടങ്ങാൻ നീ ഏതാ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും എന്നുള്ളത് എനിക്കറിയാം. ഞാനൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്. ഈ വ്ളോഗ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോകുന്നത് ഒരു Q&Aയിലേക്കാണ്. സോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ പറയാം. സോ അതിന് മുന്നേ തന്നെ എല്ലാവരെയും വെൽക്കം ടു അപർണ വാലൂർ യൂട്യൂബ് ചാനൽ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആരാന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന Q&Aയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസും അല്ലാതെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ അപർണ വാലൂർ, ഞാനൊരു സിംഗറാണ്, ഡാൻസറാണ് ബൈ പാഷൻ ആൻഡ് ലൈക്ക് ബൈ പ്രൊഫഷൻ. ഒരു AI എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. AIയിൽ തന്നെയാണ് മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഞാനുള്ളത് ഓസ്ട്രേലിയയിലാണ് ആൻഡ് ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി RMIT യൂണിവേഴ്സിറ്റി ആണ്. സോ എന്തുകൊണ്ട് ഓസ്ട്രേലിയ, എന്തുകൊണ്ട് RMIT യൂണിവേഴ്സിറ്റി എന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ടുള്ള ചോദ്യങ്ങളിൽ ഉത്തരം പറയുന്നതായിരിക്കും. സോ അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ വ്ളോഗ് ഒറ്റയ്ക്കല്ല തുടങ്ങുന്നത്. ഈ ഡിസിഷൻ എടുത്തത് എൻ്റെ റൂംമേറ്റും ഞാനും കൂടെയാണ്. സോ അവളെയും കൂടെ ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ഷാരൻ പ്ലീസ് ഓൺ ടു ദ സ്റ്റേജ് എന്നൊക്കെ. അപ്പൊ എന്താണ് ഷാരൻ? സോ നമുക്ക് ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഷാരനോട് ചോദിച്ചു തുടങ്ങാം അല്ലേ? സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പോൾ ഷാരൻ എന്തിനിവിടെ വന്നു? ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് എടുക്കുന്നു. അതില് RMITയിലാണ് ഞാൻ പഠിക്കുന്നത്. RMITയിൽ ഇപ്പൊ എത്ര വർഷ കോഴ്സ്? 2 വർഷ കോഴ്സ്. 2 വർഷ കോഴ്സ് തന്നെയാണ്. അത് ശരി. അപ്പൊ ബാച്ചിലേഴ്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് ആയിരുന്നോ? എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ചെയ്തിട്ടാണോ വന്നത്? ഡയറക്റ്റ് ആണോ വന്നത്? ജോലി ഒന്നും ചെയ്തില്ല, പഠിച്ച് കുറച്ച് മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു, ഇങ്ങോട്ട് വന്നു. ബാച്ചിലേഴ്സ് ഞാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, നാട്ടിൽ തന്നെ പഠിച്ചത്. അത് ശരി. അപ്പൊ മെക്കാനിക്കൽ അല്ലേ കൂടുതൽ സ്കോപ്പ്? എന്തുകൊണ്ട് എയറോനോട്ടിക്കൽ? മെക്കാനിക്കൽ നോക്കായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് എയർക്രാഫ്റ്റ്, എയർപ്ലെയിൻസ് അതിനോട് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടം ഉണ്ടായതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോൾ പറയണ്ടാവല്ലോ എയറോസ്പേസ് എഞ്ചിനീയറിംഗിന് സ്കോപ്പ് കുറവാണ്, അല്ലെങ്കിൽ അതിന് ജോലി കിട്ടാൻ സ്കോപ്പ്. പിന്നെയും എന്തുകൊണ്ട് ഈ ഒരു ധൈര്യം കിട്ടി ഇങ്ങോട്ട് വന്നു? ആൻഡ് ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് ഇതിന്റെ സ്കോപ്പും പരിപാടിയൊക്കെ? നമ്മള് സ്കോപ്പും ജോബ് ബേസ്ഡ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എയറോസ്പേസിന്റെ ഭയങ്കര നീഷാണ് അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ എപ്പോഴും നമ്മൾ ജോബ്, മണി, സ്റ്റെബിലിറ്റി നോക്കുന്നതിലും ഐ പ്രിഫേർഡ് മൈ പാഷൻ. കുറച്ച് ഡിഫിക്കൽട്ടാണ് ജോബ് മാർക്കറ്റ് ഓസ്ട്രേലിയയിൽ. ബട്ട് ഇഫ് യു വർക്ക് യുവർ വേ അപ്പ് യു വിൽ ഡെഫിനറ്റ്ലി റീച്ച് ദെയർ. കുറച്ച് ടൈം എടുക്കും, കുറച്ച് കഷ്ടപ്പാടാണ്. ബട്ട് ഐ എം പോസിറ്റീവ്, ഐ വിൽ റീച്ച് സംവെയർ എന്ന്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഷാരൺ ഇതല്ലാതെ വേറെ പാഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ പരിപാടിയൊക്കെ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ബുക്ക് വായിക്കും, പാട്ട് പാടും, ഉറങ്ങും, ക്ലീനിങ്ങിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് ഞാൻ എന്താ പറയാ കണ്ടു ബോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ എനിക്ക് അറിയായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് കൂടെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വന്ന ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുന്നേ AI കാര്യം പറയാം. ഞാനിവിടെ മാസ്റ്റേഴ്സ് ഇൻ AI ആണ്, 2 വർഷം RMIT തന്നെയാണ്. പിന്നെ ഇതിന്റെ സ്കോപ്പ്, AI സ്കോപ്പ് പറഞ്ഞാൽ ഒബ്വിയസ്ലി AI ഗ്രോയിങ് ആണ്. എല്ലാ കൺട്രിയിലും AI ഗ്രോയിങ് ആണ് എന്നുള്ളത് പോലെ തന്നെ ഓസ്ട്രേലിയയിലും ഗ്രോയിങ് ആണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് IT ഓസ്ട്രേലിയയിൽ ഉണ്ടോ എന്ന് ഒരു ചോദ്യം ഭയങ്കര ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മനസ്സിലും നിന്നിരുന്നു. IT ഓസ്ട്രേലിയയിലുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഗ്രോയിങ് ആണ് AI. പക്ഷേ ബാക്കി കൺട്രീസിനെ അപേക്ഷിച്ച് അത്ര ഭയങ്കര ഗ്രോയിങ് ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പോഴും സ്റ്റിൽ ഗ്രോയിങ് ആണ്. പിന്നെ എൻ്റെ കോഴ്സ് തന്നെ തുടങ്ങിയിട്ട് ഇവിടെ 5 വർഷമായിട്ടുള്ളൂ, AI കോഴ്സ്. അപ്പം വളരെ എന്താ പറയുക പുതിയൊരു ടെക്നോളജി ആയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ എല്ലാവരും കാണുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, പാർട്ട് ടൈം ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യൽ ഇന്റർവ്യൂ ഫേസ് ഒക്കെ AI ആണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസും ടെക്നോളജീസും ഒക്കെ ഇവിടുത്തെ കമ്പനീസിലുണ്ട്. പിന്നെ ഞങ്ങളും ഇത് എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ ഓരോ ഫേസ് ആയിട്ട് നമുക്കിത് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. അതാണ് എനിക്ക് കരിയറിനെ കുറിച്ച് പറയാനുള്ളത്. കോഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാനിപ്പോൾ ഫസ്റ്റ് സെം ഒരു 2 അസൈൻമെന്റും 2 പരീക്ഷയും എഴുതിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ സംഭവം ഭയങ്കര രസമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റോട് കൂടി എടുക്കണം സബ്ജക്റ്റ്, അല്ലെങ്കിൽ ജീവിക്കാൻ ഭയങ്കര ടഫായിരിക്കും. അത് എൻ്റെ ഒരു സജഷനാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്. സോ നമുക്ക് ഇനി വന്ന ക്വസ്റ്റ്യൻസിലേക്ക് കുറച്ച് കിടക്കാം. ഓക്കെ, ഇതെന്തും അറിമായും
എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഓക്കെ, സോ വൈ ഓസ്ട്രേലിയ? ഷാരൺ പറയൂ, വൈ ഓസ്ട്രേലിയ? വൈ ഓസ്ട്രേലിയ? ഞാൻ വേറെ കൺട്രീസ് നോക്കിയിരുന്നു, ബട്ട് ഇപ്പൊ കറണ്ട് സിറ്റുവേഷനും എല്ലാം കൂടെ വെച്ചിട്ട് ഓസ്ട്രേലിയ ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു കൺട്രി ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഓസ്ട്രേലിയ വന്നു. പിന്നെ ഇവിടുത്തെ എയറോസ്പേസ് ഗ്രോയിങ് ആണ്, അത്യാവശ്യം നല്ലപോലെ നല്ല റേറ്റ് ഗ്രോ ചെയ്യുന്നുണ്ട്. ബട്ട് അത് കൂടുതലും ഓസ്ട്രേലിയൻ സിറ്റിസൻസിനെ ആണ് കറന്റ്ലി പ്രിഫർ ചെയ്യുന്നത്. ബട്ട് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമ്മൾ ആ ഒരു എക്സ്പീരിയൻസും അതൊക്കെ വെച്ച് ബിൽഡ് ചെയ്താൽ നമുക്ക് നല്ലൊരു ജോലി എത്താം എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതിൽ വന്നു. ഓക്കെ, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ എനിക്ക് ബാക്കി കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മ്യൂസിക്കിനും എനിക്ക് എൻ്റെ പഠിത്തവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഓസ്ട്രേലിയയിലുണ്ട് എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവിടുത്തെ ഭയങ്കര കൾച്ചറലി വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന് എനിക്ക് തോന്നി. പിന്നെ മെൽബൺ ഞാൻ അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. മെൽബണിൽ ഒരുപാട് മ്യൂസിക് ഫെസ്റ്റിവലും പരിപാടിയും ഇഷ്ടം പോലെ ഉണ്ട്. സോ എനിക്ക് അതുകൊണ്ട് മൊത്തത്തിൽ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിരുന്നു. പൈസ പൊതുവേ ഇച്ചിരി കൂടുതലാണ്, ഫീസും ഇന്റർനാഷണൽ ഫീസൊക്കെ ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. പക്ഷെ എന്നാലും ലൈഫ് ഇവിടെ ഭയങ്കര വൈബ്രന്റ് ആണ്. ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇഷ്ടംപോലെ ആൾക്കാരും ഒന്ന് സിറ്റിയിൽ ഇറങ്ങി വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര മെന്റലി ഫ്രീ ഒക്കെ ആയി വരുന്ന ഒരു സ്ഥലമാണ്. സോ അതുകൊണ്ട് ഓസ്ട്രേലിയ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. സോ അതുകൊണ്ട് അങ്ങനത്തെ സ്ട്രഗിൾസും വളരെ കുറവാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഓസ്ട്രേലിയ പ്രിഫർ ചെയ്തത്. എൻ്റെ കാര്യം പറയാം, കാരണം എനിക്ക് ജേർണി പറയുമ്പോൾ ഒരുപാടുണ്ട്. ഞാൻ പല കൺട്രീസും കാര്യമായി എക്സ്പ്ലോർ ചെയ്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് എത്തിയ ഒരാളാണ്. സോ അത് ഞാൻ എൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് കൾച്ചറൽ ഷോക്ക് ആഫ്റ്റർ യു റീച്ച്ഡ് ഇൻ ഓസ്ട്രേലിയ? ബാത്റൂമിൽ കുറ്റിയില്ലാത്തത്. അതെ, എനിക്കും അത് വളരെ ഷോക്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് പക്ഷെ എല്ലാ വീട്ടിലും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഞാനിത് വേറെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾ എടുത്ത സ്ഥലത്ത് ബാത്റൂമിൽ പിന്നെ ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതിൽ പോകുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ലോക്കാണെങ്കിലും അങ്ങനെ ഭയങ്കര കാര്യമായി നമ്മുടെ നാട്ടിലൂടെ താഴ്ത്ത് കൂട്ടുന്ന മോഡ് ഇവിടെ ഇല്ല. അപ്പൊ അതൊരു വലിയ കൾച്ചറൽ ഷോക്കായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ പിന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. പിന്നെ ഇവിടെ ഹീറ്ററിന്റെ യൂസേജ് നമുക്ക് പൊതുവെ കൾച്ചറൽ ഷോക്ക് അല്ല, പക്ഷെ അത് വലിയ എന്താ പറയാ പരിചയമില്ലാത്തതുകൊണ്ട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ. റോഡ് ക്രോസ് ചെയ്യുന്നത് അത് ഭയങ്കര ഡിഫറൻസ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ റോഡ് ക്രോസ് ചെയ്തിട്ട് നാട്ടിൽ പോയി റോഡ് ഒട്ടും പറ്റില്ല. അപ്പൊ അത് കണ്ണടച്ച റോഡ് ക്രോസ് ചെയ്യും സത്യം. കാരണം നമുക്ക് ആ ഒരു സാധനം നമുക്ക് ആ ഒരു ടിങ് 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 വരുമ്പോഴാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടും ഉണ്ടാവും. സോ അങ്ങനെ വേറെ ടെൻഷൻ. നാട്ടിൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു, ഞാൻ ക്രോസ് ചെയ്ത റോഡുണ്ട് ഇത്. എനിക്ക് ഓർമ്മയുണ്ട്, ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കും അവിടെ. എന്നിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നത് വരെ ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. വേറെ സമയം കുറെ ഉണ്ടല്ലോ, ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര അത്രയും അവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നതിൽ. പിന്നെ വേറെ എന്താ കൾച്ചറൽ ഷോക്ക് ആയിട്ട് ഓസ്ട്രേലിയ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാടായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. കുറെയൊക്കെ വലിയ അങ്ങനെ ഭയങ്കര ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ടെമ്പറേച്ചർ ആണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും മെൽബണിൽ ഒരു ഗുണമുണ്ട്, രാവിലെ എണീറ്റ് പുറത്തിറങ്ങി വന്നിട്ട് വേണം നമ്മൾ തീരുമാനിക്കണം ഇന്ന് എന്ത് ഇടണം. അതേപോലെ ഓരോ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. കോളേജിൽ പോവാണെങ്കിൽ ക്യാമ്പിങ്ങിന് പോകുന്ന പോലെ കൊടയും തൊപ്പിയും ജാക്കറ്റും എടുത്തോണ്ട് പോകണം. കാരണം ഏത് ദിവസം എങ്ങനെയാണ് എപ്പോഴാണ് ഇത് സംഭവം വരിക എന്നുള്ളത് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ഇതുണ്ട് എന്നല്ലാതെ ബാക്കി അടിപൊളി. അങ്ങനെ വേറെ ഭയങ്കര കൾച്ചറൽ ഷോക്കൊന്നുമില്ല. പിന്നെ ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്തു when you decided to move abroad? ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പഠിക്കാൻ പോകണം, ഓക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെ ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഐ വാസ് ഏബിൾ ടു പെർസ്യൂ മാസ്റ്റേഴ്സ്. കാരണം ഇവിടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഫാമിലി കൺവിൻസ് ചെയ്തു മാസ്റ്റേഴ്സിന് പോകണമെന്ന്. പക്ഷെ എനിക്കങ്ങനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വന്നില്ല. അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ എഡ്യൂക്കേഷൻ ഇനിയും വളർത്തുന്നതും എല്ലാം എൻ്റെ എഡ്യൂക്കേഷനെയും ഭയങ്കര എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പേരൻസ്. സോ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടായില്ല കൺവിൻസ് ചെയ്യാൻ വേണ്ടി. ദേ വർ വെരി ഹാപ്പി. തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എൻ്റെ പേരൻസ് എക്സ്ട്രീംലി സപ്പോർട്ടീവാണ്, എല്ലാ കാര്യത്തിലും എക്സ്ട്രീംലി സപ്പോർട്ടീവാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നതും എൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും. സോ അതുകൊണ്ട് പേരൻസ് അങ്ങനെ ഭയങ്കര റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഓരോ സ്റ്റെപ്പ് ഓരോ ഡിസ്കസ് ചെയ്യുമായിരുന്നു. സോ എനിക്ക് അതൊരു വലിയ വിഷയമൊന്നും ആയിരുന്നില്ല, ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വാട്ട് ഡു യു മിസ് അബൌട്ട് യുവർ കൺട്രി ഇന്ത്യ? ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് വന്നിട്ട് എന്താണ് അവിടുത്തെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്? എന്തോ ഭാഗ്യത്തിന് കുറച്ച് ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ അറിയുന്നോണ്ട് ഒരുപാട് ഫുഡ് മിസ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും അതിന്റെ നമ്മുടെ പപ്സ് എനിക്ക് എപ്പോഴും ഞാൻ NSS ലാണ് പഠിച്ചത്, അവർക്ക് പറയണമല്ലോ. അതെ, അപ്പൊ NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പൊ ഞങ്ങള് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നതിന്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ അപ്പോഴിന്റെ കടയിലുള്ള പപ്സും
അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒത്തന്റിക് ആയിട്ട് കിട്ടുന്നത്. ഈവൻ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം ഒരു കമ്പനിയിൽ ML എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ബാംഗ്ലൂർ ആയിരുന്നു. അവിടെ ആണെങ്കിലും പപ്സ് ഒക്കെ കിട്ടും, അതുകൊണ്ട് കിട്ടായ്മ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് ആ ഒരു ഇനീഷ്യൽ സ്പേസിലൊന്നും പപ്സ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും പോയിട്ട് പപ്സ് കഴിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഉള്ളിവട, പഴംപൊരി, അങ്ങനത്തെ ഐറ്റംസ്. നാട്ടിലൊരു പെട്ടെന്ന് വിശക്കുക പറഞ്ഞാൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ പോയി കഴിക്കായിരുന്നു. അതെ, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. പക്ഷെ അതിനും നമുക്ക് അതെ സമയം, പാർട്ട് ടൈം കാര്യങ്ങളെല്ലാം അതിൻ്റെതായ ഒരു സെറ്റിൽമെന്റിലേക്ക് വരണം. ചില ഇനിയും ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് ബോറടിക്കും എന്ന് നല്ല ബോധമുള്ളത് കൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ബാക്കി Q&A അടുത്ത വ്ളോഗിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരാം. സോ till then stay tuned and bye. അട്ടക്കാരാ കാത്തിരിക്കനൻ കാരാ അട്ടക്കാരാ കാത്തിരിക്കനൻ ഓ അട്ടക്കാരാ കാത്തിരിക്കനൻ